രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്ക് ലീഡ്. കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 342 റൺസിന് ഓൾ ഔട്ടായി. നിർണായക ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭയ്ക്ക് 37 റൺസിൻ്റെ ലീഡാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ ചേർന്നുണ്ട്. കൃഷ്ണരാജ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, കേരളം അനായാസം ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുമെന്ന് ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതാണ്. സച്ചിൻ ബേബിയും ജലജ് സക്സേനയും ക്രീസിൽ നിന്ന സമയത്ത്. പക്ഷെ 98 റൺസ് എടുത്ത് ക്രീസിൽ നിൽക്കവേ ശരിക്കും അതുവരെ മികച്ച ഷോട്ടുകൾ മാത്രം കളിക്കുകയും പ്രതിരോധിച്ച് കളിക്കുകയും ചെയ്ത സച്ചിൻ ബേബി ഒരു അനാവശ്യ ഷോട്ടിനെ സെഞ്ചുറിയിലേക്ക് സമ്മർദ്ദമില്ലാതെ എത്താനുള്ള ഒരു ശ്രമം നടത്തി ആ പന്ത് ബൗണ്ടറിയിൽ വെച്ച് പിടിച്ചു. അതോടെ കേരളത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ചെറുത്തുനിൽപ്പിന് ഏതൻ ആപ്പിൾ ടോമും ജലജ് സക്സേനയും ശ്രമിച്ചുവെങ്കിലും ജലജ് സക്സേന ആദ്യം പുറത്താകുന്നു. പിന്നീട് തുടരെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴുന്നു. 342 റൺസിന് കേരളം ഓൾ ഔട്ട് ആകുന്നു. 37 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്, നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ് എന്ന് എടുത്തു പറയണം. വിദർഭ സ്വന്തമാക്കും. അവിടെ എടുത്തു പറയേണ്ട മറ്റൊന്ന്, 335 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു വിദർഭ ആദ്യ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന വിക്കറ്റ് കൂട്ടുകെട്ട് 11ാമതായി ക്രീസിൽ വന്ന ബാറ്റ്സ്മാൻ 32 റൺസ് എടുക്കുന്നു. ലാസ്റ്റ് വിക്കറ്റിൽ 44 റൺസ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. കേരളത്തിന്റെ അവസാന വിക്കറ്റ് വളരെ പെട്ടെന്ന് നഷ്ടമാവുകയും വിദർഭയുടെ അവസാന വിക്കറ്റ് 44 റൺസ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സെമിയിലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ കണ്ടതുപോലെ 1-2 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഈ സ്കോർ വെച്ച് തന്നെ കേരളത്തിന് സ്വന്തമാക്കാനാകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങുന്നു. ഇനി നാളെയും മറ്റന്നാളും മത്സരം അവശേഷിക്കുന്നു. ഈ 2 ദിവസം കൊണ്ട് വിദർഭയുടെ മുഴുവൻ ബാറ്റ്സ്മാരെയും പുറത്താക്കുകയും അല്ലെങ്കിൽ അവർ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു പോവുകയും മറുപടിയായി വന്ന് കേരളം ആ സ്കോർ ചേസ് ചെയ്യുകയും വേണം. അത് എത്ര കണ്ട് എളുപ്പമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പന്ത് വിദർഭയുടെ കോർട്ടിലാണ്. വിഷ്ണു. ശരി, കൃഷ്ണരാജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.